എന്താ സാർ, സാറിന്റെ അനിയത്തി രാജൻ പണിക്കരെ ഒരു മൂവിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. എന്നിട്ട് ഞാൻ പറഞ്ഞു സാറിനോടൊന്ന് ചോദിച്ചിട്ട്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? രാജൻ പണിക്കർക്ക് രാജൻ പണിക്കരുടേതായിട്ടുള്ള അഭിപ്രായം വേണ്ടേ? ഒന്നുകിൽ ഞാൻ വരാം, അല്ലെങ്കിൽ ഐ ആം സോറി എന്നായിരുന്നില്ലേ പറയേണ്ടിയിരുന്നത്? ആട്ടെ, എന്ത് തീരുമാനിച്ചു? അത് പിന്നെ ഇവൻ പോവില്ല സാർ, ഇവൻ നാണം കുണുങ്ങിയ. അപ്പൊ പിന്നെ അത് പറഞ്ഞോടായിരുന്നോ? ഞാൻ പോണോ സാർ? ആസ് യു പ്ലീസ്. ഓക്കെ ബൈ സാർ. ഒരുപാട് ആശയോടെ ഞാൻ ബാലയെ ബാംഗ്ലൂരിൽ പഠിക്കാൻ അയച്ചത്. അതൊക്കെ തെറ്റായി പോയെന്ന് ഇപ്പൊ അവൾ എന്നെ ഓർമ്മിപ്പിക്കുന്നു. അവക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. രാവിലെ ഇറങ്ങിപ്പോയതാ, ഇതുവരെ വന്നിട്ടില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ബാലയ്ക്കിപ്പോ ചെരിഞ്ഞു വീണ പൊട്ടിയുടയുന്ന പ്രായ. സിന്ധു വരുന്നത് വരെ വളരെ സൂക്ഷിക്കണം. കുറെയൊക്കെ ഇഷ്ടത്തിന് തുള്ളിക്കൊടുത്തേ മതിയാവൂ. നമുക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് അന്വേഷിച്ചാലോ? കുറെ കൂടെ കഴിയട്ടെ. അങ്ങോട്ട് എന്നാൽ അവളുടെ വാശി കൂടെ, അതാ പ്രകൃതം. ശരി, ഞാൻ വട്ടെ. എവിടെ പോയിരുന്നു ഇതുവരെ? ഞാൻ കണ്ടവരോടൊക്കെ കറങ്ങാൻ പോയി. ഇതൊക്കെ നിന്റെ തമാശയാണോ, അതോ വല്ല പകപോക്കലോ? ആരെ നീ തോപ്പിക്കാൻ ശ്രമിക്കുന്നത്? നിന്റെ സിന്ധു ചേച്ചിയോ, എന്നെയോ, അതോ നിന്നെ തന്നെയോ? എന്തായാലും വിനേട്ടൻ എന്താ? സിന്ധു എന്നെ ഏൽപ്പിച്ചിട്ട് പോയ ഒരു സ്വത്താണ് നീ. അത് അതേപടി എനിക്ക് തിരിച്ചു കൊടുക്കണം. എന്നെ എന്റെ വഴിക്ക് വിട്ടേര്. എന്താ ബാലേ, നിനക്ക് എന്താ വേണ്ടത് പറ. ഞങ്ങൾ പാടാറുള്ള പാട്ട് പാടണോ? പാടാം. നമ്പ്യാരേട്ടന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ പോണോ? പോകാം. നിന്റെ ആഗ്രഹങ്ങൾ അവിടം വരെ മാത്രമേ ഉള്ളുവെങ്കിൽ അച്ഛനമ്മമാരുടെ സ്നേഹം കിട്ടാത്തതിന്റെ ഒരു ദുഃഖം നിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് നീ സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ്. എവിടെ നോക്കിയോ? നീ ഒരു കാര്യം അറിയണം, പിടിച്ചു വാങ്ങുന്ന സ്നേഹത്തിന് സൗന്ദര്യം ഉണ്ടാവില്ല. വാ, നിന്റേത് മാത്രമായിരുന്ന സിന്ധു ചേച്ചി ഇപ്പോ എന്റേത് മാത്രമാണ്. ആ എന്നോട് നിന്റെ ഉള്ളിൽ നിനക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പകയുണ്ട്, വെറുപ്പുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഏയ്, ഇപ്പൊ നിന്റെ പ്രധാന ശത്രു നിന്റെ പ്രായമാണ്. ഇടയ്ക്കിടെ തോന്നുന്ന ഇത്തരം കൊച്ചു കോംപ്ലക്സുകളിലൂടെ ആ പ്രായം നിന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. തോൽക്കാൻ നീ നിന്നു കൊടുക്കരുത്. എന്നും എവിടെയും ജയിക്കേണ്ടവളാണ് എന്റെ ബാല. ഒരു രാത്രിയില് ഞാനും വിനേട്ടനും ഇങ്ങനെ ഈ കട്ടിലിൽ മുട്ടിയൊരുമി കിടന്നുവെന്ന് സിന്ധു ചേച്ചി വരുമ്പോ ഞാൻ പറഞ്ഞോട്ടെ? പറയണം, പറയണം. പക്ഷെ അതിനു മുൻപ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കൂടെ നീ പറഞ്ഞേക്കണം. എന്താ അത്? നീ തല നിറയെ പൂവച്ച് ഒരു നവവധുവായി ഇറങ്ങിപ്പോകുന്നത് കാണുക എന്നത് സിന്ധുവിന്റെ ഏറ്റവും വലിയ മോഹമാണ്. സിന്ധു അത് കാണുക എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ മോഹമാണ്. We love you, Bala. We love you a lot. വിനേട്ടാ, നാളെ സൂരജിന്റെ പ്രോഗ്രാം കാണാൻ എന്നെയും കൊണ്ടുപോവോ? Sure. Hey, Suraj. It was very good. ഇതൊരു തുടക്കം മാത്രമാണ്. നീ ഇനി വലിയ ഉയരങ്ങൾ കീഴടക്കും. എല്ലാവിധ ആശംസകളും. എന്റെ മകന്റെ വഴിയിൽ ഇനി വന്നു പോകരുത്. പെണ്ണുങ്ങളെ ആടുപ്പാടാണല്ലോ അവനെ സ്കൂളിലേക്ക് അയച്ചത്. ഇനി ഒരിക്കലും നിങ്ങൾ എന്റെ മകനെ കാണില്ല, ഒരിക്കലും. നീ ആഗ്രഹിച്ച പോലെ ഒരിക്കൽ പാടാൻ ഞാൻ നിന്നെ അനുവദിച്ചു. ഇനി നിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നാളെ നിന്നെ ഞാൻ സ്കൂളിൽ നിന്ന് മാറ്റുകയാണ്. ഇല്ല, ഞാൻ വേറെ സ്കൂളിൽ പോവില്ല. എനിക്ക് തോന്നുന്നു ഞാൻ അച്ഛനോട് പറയണ്ടേ? പറ, എന്താ നിനക്ക് തോന്നുന്നത്? എനിക്ക് ആ സ്കൂളിൽ തന്നെ പഠിക്കണം. ആ സ്കൂളിൽ ഇപ്പൊ നീ ഒരു ഹീറോ ആണ്.
നിന്നെ സ്നേഹിക്കാനും ആരാധിക്കാനും ഒരുപാട് പേരുണ്ടാവും. നീ പോകുന്നിടത്തൊക്കെ കുട്ടികൾ കൂടും. പലരും നിന്നെ പരിചയപ്പെടാൻ വരും. നിന്റെ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കും. ഇനി ഒരിക്കലും നിനക്കവിടെ പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ കിട്ടില്ല. ഇല്ലച്ച, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ നന്നായിട്ട് പഠിച്ചോളാം. നന്നായിട്ട് പഠിക്കാനാണ് അതിലും നല്ല സ്കൂളിൽ ചേർക്കുന്നത്. ശരി, ഞാനിനി ഒരിക്കലും പാടില്ല, സത്യം. പക്ഷേ എന്നെ ആ സ്കൂളിൽ നിന്ന് മാറ്റണ്ട. എനിക്ക് അവിടെ തന്നെ പഠിച്ചാൽ മതി. വേണ്ട. എങ്കിൽ കുറച്ച് ദിവസത്തേക്ക് കൂടി ഞാനവിടെ പഠിച്ചോട്ടെ. ഞാൻ നന്നായിട്ട് പാടിയായിരുന്നു. എല്ലാവരും എന്നെ അഭിനന്ദിക്കുന്നത് കേട്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല. ഒറ്റ നിമിഷത്തേക്ക് പോലും നിന്നെ ഞാൻ അങ്ങോട്ട് അയക്കില്ല. That's all. Go to bed. രണ്ട് മൂന്ന് ദിവസം വിഷമം കാണും. അത് കഴിഞ്ഞങ്ങ് മാറിക്കോളും. എന്താ? എന്തോ ഒരു ശബ്ദം. എന്ത് ശബ്ദം? ഹലോ സർ, ഞാൻ രാജമണിക്കരാ. ആ രാജൻ പറഞ്ഞോളൂ. സർ, സൂരജ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. എപ്പോ? ഇന്നലെ രാത്രിയില്. ഇപ്പൊ ഹോസ്പിറ്റലുണ്ട്. സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്ത് പറ്റി വിനീത? വിനീത, എവിടെ പോണു? എന്താ കാര്യം? സൂരജ് ഹോസ്പിറ്റലിലാണ്. എന്നോട് ക്ഷമിക്കണം സാർ. ഞാനിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. സാറിനെ ഓർത്തെങ്കിലും ഞാനിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനിനി ഇങ്ങനെ കാണിക്കില്ല. കുറെ നേരത്തേക്ക് ഞാൻ എന്നെ മറന്നുപോയി. എല്ലാം മറന്നുപോയി. പ്ലീസ് എനിക്ക് മാപ്പ് തരണം സാർ. സൂരജിനെ ഞാൻ പഠിപ്പിച്ചത്, ആടാനും പാടാനും പ്രേരിപ്പിച്ചത് ഇതിനൊക്കെ ആയിരുന്നെങ്കിൽ അതിന് കാരണക്കാരനായ ഞാൻ ആരോടാണ് പോയി മാപ്പ് ചോദിക്കേണ്ടത്? ഐ എം സോറി സൂരജ്, ഐ എം സോറി. വിനേട്ടാ. ഓക്കേ, ഹൗ ആർ യു നൗ? ഡോക്ടർ പറഞ്ഞു ഒന്നുമില്ലെന്ന്. അല്പനേരം കഴിഞ്ഞ് എനിക്ക് പോകാം സാർ. ഇനി ഞാൻ എൻ്റെ അച്ഛൻ പറയുന്ന പോലെ കേൾക്കും. അച്ഛൻ്റെ ഇഷ്ടത്തിനനുസരിച്ചേ നടക്കും. ഗുഡ്, യു ആർ എ ഗുഡ് സൺ. ഞാൻ പറഞ്ഞേ